ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളായി ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം ട്രാവലിംഗ് ഒത്തിരി കുറച്ചു. ഞാൻ സാധാരണ ട്രാവൽ വീഡിയോസ് എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. ട്രാവലിംഗ് ഒത്തിരി കുറച്ചു റയൻ വന്നേ പിന്നെ. സോ ഒന്നും നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു നോർമൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന്. സോ ലിയയ്ക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ഇപ്പം നിങ്ങൾ തമിഴിലും ക്യാപ്ഷനും വായിച്ചു കാണുമല്ലോ. ലിയയ്ക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലിയ ഇതൊരു അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം ലിയ പറഞ്ഞു എനിക്ക് ഇത് വേണം, അതറിയണം, ഇങ്ങനെ അറിയണം, പല കാര്യങ്ങൾ ചോദിച്ചു. അല്ലേ ലിയ? എനിക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇപ്പം ഇവിടെ വന്നിട്ട് എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്തോ ഒന്നും പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ലായിരുന്നേ. പക്ഷെ ഓൾറെഡി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതുകൊണ്ട് ഞാനോട് ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പം ലിയ ഏതായാലും എന്നോട് ഇത് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തു ഏതായാലും ഞാൻ ലിയയ്ക്ക് പറഞ്ഞു കൊടുക്കാം. എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാമെന്ന് ഓർത്തു. ഫസ്റ്റ് ലിയ ഒരു ലിയയുടെ ഡൗട്ട്സ് എന്തുവാന്ന് എന്നോട് പറയാം. ഓക്കെ, നമ്മൾ ഇവിടെ വരുമ്പം നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമുണ്ടോ? ജസ്റ്റ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? നോർമലി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമില്ല. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പം വരുന്നില്ല. പക്ഷെ ഒരു സേഫർ സൈഡ് എടുത്ത് വെക്കുന്നത് നല്ലതാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന്. ഓക്കെ, ആ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് 1 year നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും. എക്സാക്ട്ലി പാസ്പോർട്ടിന്റെ ഡേറ്റ് എന്ന് ഇവിടെ ലാൻഡ് ആകുന്നു, എന്ന് നിങ്ങളുടെ പാസ്പോർട്ടിൽ ചെക്ക് ഇൻ സീൽ അടിക്കുന്നു, അന്ന് മുതൽ എക്സാക്ട്ലി 1 year നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഓടിക്കാം. മാൻഡേറ്ററി അല്ല, ഞാൻ വരാനും തരുന്നില്ലായിരുന്നു. ഞാൻ 1 year ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ചില കേസിൽ, റെയർ ആയിട്ടുള്ള ചില കേസിൽ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ച് ഇങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പങ്ങൾ വരത്തില്ല. അടുത്തത് വലിയ ഡൗട്ട്, ഫസ്റ്റ് പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ ഇവിടെ വരുമ്പോൾ എടുക്കണ്ടേ, അപ്ലൈ ചെയ്യേണ്ടത്? അപ്പം അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാ? സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 185 days അവർ പറയുന്നത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ഇവിടെ 185 days കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാം. 185 days വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അതിൻ്റെ ഇച്ചിരി മുമ്പേ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന്. ഓക്കെ, ഈ പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് അല്ല. പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു 3 year plus ഉള്ള ഒരാൾ നിങ്ങളുടെ കൂടെ വണ്ടി ഓടിക്കണം. സോ നിങ്ങളുടെ ഈ പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇപ്പം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ച് ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു എന്ന് കാണിക്കുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇപ്പറ ഇരിക്കുന്ന ആള് 3 years plus ഉള്ള UK-ല് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. സോ ആ ഒരു നോട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചോ, 1 year അകത്താണെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ച് എസ്കേപ്പ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഓക്കെ, സോ നമ്മുടെ നാട്ടിലത്തെ പോലെ ഓൺലൈൻ ടെസ്റ്റ്, തിയറി ടെസ്റ്റ്, അങ്ങനത്തെ എന്താ പ്രൊസീജിയർ? ഓൺലൈൻ ആണോ അതോ? സോ ഫസ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് 2 രീതിയിൽ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് വെച്ച് ഗവൺമെന്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫോംസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം നിങ്ങളുടെ വീട്ടിലോട്ട് വരും. ഏത് അഡ്രസ്സാണ് കൊടുക്കുന്നത് ആ അഡ്രസ്സിലോട്ട് ഒരു ഫോം വരും. ആ ഫോമിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ അകത്ത് കാണിക്കുക ഏതൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് പോകും. സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് എനിക്ക് ഇന്ന ഡോക്യുമെന്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് ലൈസൻസിന് പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡോക്യുമെന്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും അവർ ഒരു ഫോം തരും. സെയിം ഫോം ഫില്ല് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, റീസെന്റ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ അവിടെ കണ്ടായിരുന്നു ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു പോസ്റ്റ് കാർഡും ഇതൊക്കെ. സോ അവർക്കും ഇത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഈ 2 ഓപ്ഷനാണ് മെയിൻലി ഉള്ളത്. സോ എത്ര ദിവസം എടുക്കും അത് കിട്ടാൻ? പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു 15 to 20 days ആണ് ടൈം. എനിക്ക് ഓൾമോസ്റ്റ് 2 weeks എടുത്തു. ചിലവർ നേരത്തെ ഒക്കെ 3 months വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കൊറോണയുടെ സമയത്തൊക്കെ. പക്ഷെ അത് ഒത്തിരി റെഡ്യൂസ് ആയിട്ടുണ്ട്. ചിലവർക്ക് 1 week കിട്ടും, ചിലവർക്ക് 15 to 20 days കിട്ടും. അങ്ങനെ പല ടൈമാണ്. സോ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് നമുക്ക് തിയറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? എക്സാക്ട്ലി. സോ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കിട്ടി കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രോസസ് ആണ് നമ്മൾ തിയറിക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ തിയറിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 1.5 year ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിയറിക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, നിങ്ങൾ തിയറിക്ക് അപ്ലൈ ചെയ്യുക. തിയറിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സോ 1-2 ആപ്സ് ഉണ്ട്. ആപ്സിൻ്റെ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള തിയറി എക്സാംസ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ആപ്പ് ഒരു 4 pound 5 pound റേഞ്ചിലായിരിക്കും നമുക്ക് ഇത്. അതല്ലാതെ മറ്റേ DVL സൈറ്റ്സിൽ നിന്ന് നമുക്ക് ബുക്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ തിയറി 4-in-1 എന്ന് പറഞ്ഞൊരു ആപ്പായിരുന്നു. ആ ആപ്പിന് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 720 questions ഉണ്ട്. 720 questions അത്രയ്ക്കും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഒത്തിരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചില ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 720 questions ചെയ്ത് കഴിഞ്ഞാൽ തിയറി എക്സാം ഒരു 50 questions ആണ് 57 minutes നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 15ൻ്റെ അകത്തുനിന്ന് ഒരു 40 questions എന്തായാലും ഇതിൻ്റെ അകത്തുനിന്ന് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും വരുന്നത്.
പിന്നെ ബാക്കിയുള്ള ആണ് ഒരു 10 ക്വസ്റ്റ്യൻസ്. അത് ഇച്ചിരി ട്രിക്കി ആയിരിക്കും. ആ ട്രിക്കി ക്വസ്റ്റ്യൻസിലാണ് പാസ് ചെയ്യാനായിട്ട് ഇച്ചിരി ടഫായിട്ട് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഫ്ലാഗ് ചെയ്ത് നമുക്ക് വിട്ടിട്ട് ലാസ്റ്റിൽ തിരിച്ചു വന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. അതാണ് തിയറി ടെസ്റ്റ് ഫസ്റ്റ്. ഇത് സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു പെർസ്പെക്റ്റീവ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു പേരുണ്ട്, ഞാൻ ടാഗ് ചെയ്തേക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം എവിടെയൊക്കെ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ നേരത്ത് എവിടെ നിന്നൊക്കെ നമുക്ക് റെഡ് ഫ്ലാഗ്സ് എന്ന് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെ ഇഷ്യൂ ആണ്. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, അപ്പം മുമ്പിലത്തെ ഒരു വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടു, അപ്പോൾ നമ്മൾ പെട്ടെന്ന് മൗസിൽ ക്ലിക്ക് ചെയ്യണം. ഒത്തിരി ക്ലിക്ക് ചെയ്യല്ല, ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്തേക്ക് നമ്മൾ ഫസ്റ്റ് അലേർട്ട് ആയിരിക്കില്ലേ. അതുപോലെ ഒന്ന് പോകാൻ നേരത്തെ ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു സീബ്ര ക്രോസിംഗ് ചെയ്യുന്ന ഒരാൾ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുക, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യണം എന്നുവെച്ചാൽ ആരോ ക്രോസ് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും വീഡിയോയിൽ ഒരു വീഡിയോ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതിൻ്റെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിടുക. ക്ലിക്ക് ചെയ്യുക. സോ അതിൻ്റെ അകത്ത് ഈസിയാണ് സ്കോർ ചെയ്യാനായിട്ട്. അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും നമുക്ക് വലിയ ടഫും കാര്യങ്ങളൊന്നും ഉള്ളതല്ല. ഇതാണ് തിയറി ടെസ്റ്റ്. തിയറി ടെസ്റ്റ് പഠിച്ച് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പഠിച്ചല്ല, നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും നമ്മൾ തിയറി പാസ് ആയല്ലോ എന്ന് വെച്ചാൽ. അവരൊരു പേപ്പർ നമ്മുടെ കയ്യിൽ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പാത്ത് നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ തരും. അപ്പൊ തന്നെ മനസ്സിലാവും. അല്ലാതെ എക്സാം കഴിയുമ്പോൾ പറ്റത്തില്ല. നമ്മൾ എക്സാം കഴിഞ്ഞ് സെന്ററിൽ നിന്ന് പുറത്തോട്ട് വരാൻ നേരത്ത് നമുക്ക് ഐഡിയ കിട്ടും തിയറി ടെസ്റ്റ് നമ്മൾ പൊട്ടിയോ. കുറേ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇത് ഡിഫിക്കൽട്ട് ആണ്, കുറെ 2-3 അറ്റംപ്റ്റ് ചെയ്തു തിയറി ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ. തിയറി ടെസ്റ്റിനുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല പ്രാവശ്യം നോക്കുമ്പോൾ തിയറി ടഫ് ആയിരിക്കും. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ പോവാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലത്തെ റൂൾസും യു കെയിലത്തെ റൂൾസിലും ഇച്ചിരി ഡിഫറൻസും കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി ഡിഫറൻസും കാര്യങ്ങളും തോന്നിക്കും. അതുകൊണ്ട് ചിലർക്ക് ടഫ് ആയിരിക്കും, ചിലർക്ക് ഈസി ആയിരിക്കും. ഈ 720 ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്ത് ഇച്ചിരി മോക്ക് ടെസ്റ്റും കൂടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ടൈം ഉള്ളപ്പോൾ ചുമ്മാ ഫോണിൽ കൂടെ ആപ്പിൽ കൂടെ അല്ല, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ തിയറി ടെസ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ തിയറി ടെസ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കലിന് അപ്ലൈ ചെയ്യാം? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. പക്ഷേ എങ്കിൽ ഇവിടെ ഡേറ്റ്സ് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലിന് ബുക്ക് ചെയ്യാൻ നേരത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നമ്മളിപ്പം പ്രാക്ടിക്കലിന് ബുക്ക് ചെയ്തു, പക്ഷേ നമുക്ക് ഡേറ്റ് കിട്ടാന്ന് വെച്ചാൽ ചിലപ്പം 3 months അല്ലെങ്കിൽ 4 months 5 months ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അതിന് വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. എനിക്കറിയത്തില്ല മനുഷ്യർ പറയുമല്ലോ ഒന്ന്. ടെസ്റ്റി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. വേറൊരു ആപ്പും കൂടെ ഉണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് റെക്കമെൻഡ് ചെയ്ത്, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓർക്കുന്നില്ല, ഞാൻ ഇവിടെ ഇട്ടേക്കാം. ആ ആപ്പ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ ടെസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സെൻറ്ററിൽ ആരെങ്കിലും ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് അലേർട്ട് വരും, നോട്ടിഫിക്കേഷൻ അലേർട്ട് വരും. അപ്പം തിയറിക്ക് നിങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിടണം. ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഫ്യൂച്ചർ ഡേറ്റിലത്തേക്ക് വേണ്ടി തിയറി ബുക്ക് ചെയ്തിട്ടോ. ഇത് ടിപ്പാണ്. സോ ഫ്യൂച്ചറിലേക്ക് ഏതെങ്കിലും ഡേറ്റിലത്തേക്ക് തിയറി ബുക്ക് ചെയ്തിട്ടോ. എന്നിട്ട് ഈ ആപ്പിന്റെ അകത്ത് കയറി നമുക്ക് ഇഷ്ടമുള്ള 1-2 ലൊക്കേഷൻസ് നോക്കുക. ആ ലൊക്കേഷനിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പെട്ടെന്ന് കയറി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബുക്ക് ആവും. ആ ഡേറ്റിൽ ആരെങ്കിലും ക്യാൻസൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യുക. അങ്ങനെ. പിന്നെ വേറെ എന്തെങ്കിലും? ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാക്ടിക്കൽ ടെസ്റ്റ് ഭയങ്കര ടഫാന്ന്, യു കെയിൽ കിട്ടാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാന്ന്. അപ്പം നമ്മളൊരു കോച്ചിങ് ഒക്കെ ക്ലാസ് പോയിട്ട് എടുക്കണേ ആയിരിക്കും നല്ലതല്ലേ? ഒരു കാര്യം പറയാം, യു കെയിലെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇച്ചിരി ടഫാണ്. ടഫ് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത്രയും ടഫായിട്ട് നമുക്ക് തോന്നിക്കുന്നത്. ഇച്ചിരി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടഫായിട്ട് തോന്നിക്കത്തില്ല. ഓക്കെ, ഞാനൊരു തിയറി ടെസ്റ്റിനും പോയിട്ടില്ല, ഒന്നിനും പോയില്ല. ഞാൻ 1-2 യൂട്യൂബ് വീഡിയോസ് ഇരുന്ന് കണ്ടു. ഞാൻ ആരോടും പറഞ്ഞില്ല, വീട്ടിൽ പോലും പറഞ്ഞില്ല. തലേദിവസം റൂമിനോട് പറഞ്ഞു എന്നെ ഒന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് വരെ ഒന്ന് കൊണ്ടുവിടാമെന്ന് ചോദിച്ചു. 1-2 വീഡിയോസ് കണ്ട് ഞാൻ നേരിട്ട് പോയായിരുന്നു അപ്ലൈ ചെയ്തത്. ഓക്കെ, പ്രാക്ടിക്കൽ ടെസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഇവർ നോക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഇവർ നോക്കുന്നത്. ഒരു വയസ്സായ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സായ ഒരാൾ എങ്ങനെ വണ്ടി ഓടിക്കും, എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിക്കും, അതിനെക്കുറിച്ചാണ് ഇവർ നോക്കുന്നത്. സോ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എന്തായാലും പാസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ഡ്രൈവറിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യം ഒന്നും വരത്തില്ല. എൻ്റെ റൂംമേറ്റിന് കിട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല, പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് കിട്ടി. പക്ഷേ ഓൾമോസ്റ്റ് തിയറിയും നിങ്ങൾ റൗണ്ട് അബൌട്ട് എങ്ങനെ എടുക്കേണ്ടത്, പിന്നെ ഓക്കെ ബ്ലൈൻഡ് സ്പോട്ട്സ് ഒക്കെ നോക്കണം. എല്ലാവരും പറയുമല്ലോ യു കെയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ചെയ്യാൻ വെച്ചാൽ പാടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഇവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട്സ് നോക്കുന്നതാണ്. വണ്ടി ഓടിക്കുന്ന മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കണം, തല തിരിച്ച് ഇങ്ങനെ നോക്കണം, പിന്നെ സൈഡ് നോക്കണം, ഈ മിറർ നോക്കണം, സൈഡിലത്തെ സൈഡ് മിറർ നോക്കണം, സെൻറ്റർ മിറർ നോക്കണം, റൈറ്റ് മിറർ നോക്കണം, പിന്നെ തല തിരിച്ച് ഇങ്ങനെ ബാക്ക് സൈഡ് നോക്കണം. എന്നിട്ടേ നിങ്ങൾ വണ്ടി എടുക്കാവുള്ളൂ.
മിക്കവാറും നമുക്കെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ചാൽ ചിലരൊക്കെ വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, ചിലർ പുതുതായിട്ട് ഓടിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്ക് ഒരു ഐഡിയ കാണും. എന്താ വെച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ നമ്മളൊരു ക്ലാരിറ്റി വെച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ഇത് നോക്കി ഈ നോക്കി കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമ്മൾ എടുക്കും. പക്ഷെ അത് ഫെയിൽ ആവും. അതൊരു മേജർ ഫെയിലിയർ ആണ്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ് തിയറി ടെസ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടതെന്നുള്ളത്, പ്രാക്ടിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം നമുക്കൊരു വേറെ വീഡിയോയിൽ കവർ ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്. വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക. ഞാൻ റെഡിയാണ് ആൻസർ റെഡി ചെയ്യാനായിട്ട്. ലിയക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഇനിയിപ്പോ പ്രൊഫഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തില്ല. സോ പ്രൊഫഷണൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 days എടുക്കും. ആ ടൈമിൻ്റെ അത് കിട്ടും. സോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ അത്രയ്ക്കും വലിയ സംഭവമല്ല. ഓക്കെ, ചിലർ പറയുന്നുണ്ട് ഭയങ്കര സംഭവമാണ്. വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എല്ലാവർക്കും ഒത്തിരി നാൾ കഴിഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇട്ടത്. അടുത്ത വീഡിയോയിൽ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷിഫ്റ്റ് ചെയ്യുവാണ്. ഈ കാണുന്ന ലൊക്കേഷൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്. ചിലപ്പം ഇന്നെന്നും ഞാൻ വേറെ വീഡിയോ ഇടും. അപ്പം വീടിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ആണെങ്കിലും ഇല്ലെങ്കിൽ UK വന്നു കഴിഞ്ഞാൽ റെന്റ് എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും പല ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. നാട്ടിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 2000 രൂപ സാലറി ഉണ്ട്, അല്ലെങ്കിൽ 1500 2000 പൗണ്ട് സാലറി വെച്ച് 2 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുവാണെങ്കിൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പം പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാവരും അങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. സോ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സും ക്യൂരിയസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. I'll always be there to answer. In case full video ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ആയിട്ടെങ്കിലും വീഡിയോ ചെയ്ത് ആൻസർ ചെയ്യാം. Okay, so see you in the next video.